ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. അതെ സ്വപ്ന, ഇവള് മത്സ്യകന്യകയാ. രൂപ തളർച്ചയോടെ സ്വപ്നയുടെ കൈകൾ തൂങ്ങി വിറച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്ന, എന്നെ രക്ഷിക്ക്. ആ നിൽക്കുന്നത് വെറും മഞ്ജുലികയല്ല, ആ മാധുരികയാ. നമ്മൾ അന്ന് ഇവളെ ചതിക്കാൻ കൂടെ നിന്നതുകൊണ്ടാ ഇവള് പകവിട്ട വന്നത്. ഞാനല്ലേ എല്ലാ പ്ലാനും പറഞ്ഞു തന്നത്. അതുകൊണ്ട് ആ മത്സ്യകന്യകമാരും അവളെ സഹായിക്കുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. രൂപയുടെ വെപ്രാളം കണ്ട് സ്വപ്നയുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിരിഞ്ഞു. അവൾ രൂപയുടെ കൈകൾ പതിയെ തട്ടിമാറ്റി. അപ്പോ അന്ന് മാധുലികയെ ചതിക്കാൻ ബുദ്ധി ഉപദേശിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു അല്ലേ രൂപേച്ചി? സ്വപ്നയുടെ ശബ്ദം പെട്ടെന്ന് മാറി. രൂപ ഞെട്ടിപ്പോയി. സ്വപ്ന, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ ശബ്ദത്തിന് ഇതെന്താ പറ്റിയത്? രൂപ നോക്കി നിൽക്കെ സ്വപ്നയുടെ ശരീരം പുക പോലെ മറയാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ സ്വപ്നയുടെ സ്ഥാനത്ത് ആലിയ പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നയല്ല രൂപേ, ഇതാലിയയാണ്. നിന്റെ വായിൽ നിന്ന് സത്യം വരാൻ വേണ്ടി ഞാൻ സ്വപ്നയുടെ വേഷം കെട്ടി നിന്നതാണ്. ആലിയയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചു. സത്യം തിരിച്ചറിഞ്ഞ രൂപ പുറകോട്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ വൃന്ദ വഴി തടഞ്ഞു നിന്നു. രൂപ ഭയന്ന് നിലവിളിച്ചു. വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ. പക്ഷേ വൃന്ദയും ആലിയയും ദയ കാണിച്ചില്ല. അവരുടെ കൂറ്റൻ മത്സ്യവാലുകൾ കൊണ്ട് രൂപയെ ആഞ്ഞു പ്രഹരിക്കാൻ തുടങ്ങി. ഓരോ അടിയിലും രൂപ തറവാടിന്റെ ചുമരുകളിൽ ചെന്ന് തട്ടി ചോരയൊലിപ്പിച്ചു. വൃന്ദ അവളുടെ അരികിലേക്ക് ആഞ്ഞു ചെന്ന് തന്റെ ശക്തിയേറിയ വാലുകൊണ്ട് രൂപയുടെ കഴുത്തിൽ മുറുക്കി. ആലിയ ആഞ്ഞു കടിച്ചു. പറയൂ രൂപേ, അന്ന് എന്റെ അമ്മയെ ചതിക്കാൻ വേറെ ആരെല്ലാമാണ് കൂടെ ഉണ്ടായിരുന്നത്? പറയൂ. രൂപ മരണവേദനയിൽ പിടഞ്ഞു. ശ്വാസം കിട്ടാതെ അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. വിശ്വേട്ടൻ, സ്വപ്ന, പിന്നെ എൻ്റെ ഒപ്പം സ്വാമിനി അമ്മ, നന്ദേട്ടൻ, ഇവരാണ് ഇതിൻ്റെയൊക്കെ പിന്നെ. രൂപയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശരീരം നിശ്ചലമായി. ഷിഗാവ തറവാടിനെ ചതിയുടെ നിഴലിലാക്കിയ രൂപ ആ മുറിയുടെ തറയിൽ ചോരയിൽ കുളിച്ചു മരിച്ചു കിടന്നു. രൂപയുടെ അന്ത്യം കണ്ട മാധുലികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഉതിർന്നു. സ്വാമിനിയമ്മ? മാധുലിക അവിശ്വസനീയതയോടെ ആ പേര് ഉരുവിട്ടു. അപ്പോഴാണ് ആ ഇരുളിൽ നിന്നും വിശ്വാമിത്രനും യഥാർത്ഥ സ്വപ്നയും അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അവർക്ക് പിന്നിലായി ഗൗരവത്തോടെ ഗോകുലാച്ചമ്മയും ഉണ്ടായിരുന്നു. രൂപയുടെ ചലനമറ്റ ശരീരം തറയിൽ കിടക്കുന്നത് നോക്കി വൃന്ദയും ആലിയയും ഒരു നിമിഷം നിശബ്ദരായി നിന്നു. ഇനി എന്ത് ചെയ്യും ചേച്ചി? സ്വപ്നയും വിശ്വാമിത്രനും ഇങ്ങോട്ട് വരികയാണല്ലോ. പേടിക്കണ്ട ആലിയ, രൂപ ഈ വീട്ടിൽ നിന്ന് മരിച്ചല്ല, മറിച്ച് ജീവനോടെയാണ് പോകേണ്ടത്. എങ്കിലേ നമ്മുടെ അടുത്ത നീക്കം വിജയിക്കൂ. വൃന്ദ തന്റെ കണ്ണുകൾ അടച്ച് ഏകാഗ്രമായി നിന്നു. മാന്ത്രികമായ ഒരു പുക മാറിയപ്പോൾ അവിടെ നിന്നിരുന്നത് വൃന്ദയല്ല, മറിച്ച് സാക്ഷാൽ രൂപയായിരുന്നു. അപ്പോഴേക്കും മുറിയുടെ വാതിലിൽ വിശ്വാമിത്രനും സ്വപ്നയും വന്ന് മുട്ടി. രൂപേ, നീ എന്തിനാ നിലവിളിച്ചത്? വാതിൽ തുറക്ക്. ആലിയയും മാധുലികയും രൂപയുടെ മൃതദേഹം അതിവേഗത്തിൽ ഹാളിനുള്ളിൽ നിന്നും രഹസ്യ അറയിലേക്ക് മാറ്റി. വൃന്ദ രൂപയുടെ രൂപത്തിൽ ദേഷ്യത്തോടെ വാതിൽ തുറന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പ് അവൾ വരുത്തി തീർത്തു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഈ വീട് മടുത്തു. രുദ്രമാണിക്യം നിങ്ങൾ എനിക്ക് തരില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതൊക്കെ കേട്ട് അച്ചമ്മ ഞെട്ടുന്നുണ്ടായിരുന്നു. വിശ്വാമിത്രൻ അമ്പരന്ന് പോയി. രൂപേ, നീ എന്തായി പറയുന്നത്? അമ്മ, നമുക്ക് പ്ലാൻ മാറ്റാം, നീ ഒന്ന് അടങ്ങ്. അടങ്ങാൻ എനിക്ക് കഴിയില്ല വിശ്വേട്ട.
ഇവരെല്ലാം ചേർന്ന് നമ്മളിൽ നിന്നും ഇവർക്ക് വേണ്ടി മാത്രം രുദ്രമാണിക്യം അടിച്ചെടുക്കാനുള്ള പ്ലാനില്ല. എന്റെ തീരുമാനങ്ങൾക്കും അന്തസ്സിനും വിലയില്ലാത്ത ഈ തറവാട്ടിൽ ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഞാൻ തിരിച്ച് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാ. എന്നെ ആരും തടയാൻ നോക്കണ്ട. സ്വപ്ന തടയാൻ ശ്രമിച്ചെങ്കിലും രൂപയുടെ വേഷത്തിലുള്ള വൃന്ദ അവളെ തള്ളിമാറ്റി താഴേക്ക് ഓടി. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അച്ചമ്മ. പൂമുഖത്ത് നിന്നിരുന്ന നന്ദഗോപാലനും ഗോകുലാച്ചമ്മയും ഇത് കണ്ട് തരിച്ചു നിന്നു. രൂപേ, ഈ അസമയത്ത് നീ എങ്ങോട്ടാ പോകുന്നത്? രൂപയുടെ രൂപത്തിൽ നിന്ന് വൃന്ദ തിരിഞ്ഞു നോക്കി എല്ലാവരെയും ശപിക്കുന്ന രീതിയിൽ ആക്രോശിച്ചു. ഈ തറവാടിന്റെ ഐശ്വര്യം നശിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഇത് അനുഭവിച്ച് തന്നെ തീർക്കണം. എനിക്ക് എന്റേതായ വഴികളുണ്ട്. ഇനി എന്നെ ഈ പടിവാതിൽക്കാൻ ആരും കാണില്ല. ഞാൻ തിരിച്ചു പോവുകയാ സ്റ്റേറ്റ്സിലേക്ക്. അത്രയും പറഞ്ഞ് അവൾ തറവാടിന്റെ പടികളിറങ്ങി ഇരുളിലേക്ക് പാഞ്ഞു പോയി. വിശ്വാമിത്രനും സ്വപ്നയും അവൾക്ക് പിന്നാലെ ഓടിയെങ്കിലും കാറിൽ കയറി അവൾ കണ്ണുവെട്ടിച്ചു പോയി എന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. യഥാർത്ഥ രൂപയുടെ മൃതദേഹം മാതുലികയും ആലിയും ചേർന്ന് സുരക്ഷിതമായി മാറ്റി. പിറ്റേന്ന് നേരം വെളുത്തു. അതിരാവിലെ നെറ്റിയിൽ സിന്ദൂരം തൊടുന്ന വൃന്ദയെ കണ്ടുകൊണ്ടാണ് ദീപക് മുറിയിലേക്ക് വന്നത്. മുറിയിലെ മേശപ്പുറത്തിരുന്ന ആ ഡിവോഴ്സ് പേപ്പറുകളിൽ രണ്ടുപേരുടെയും ഒപ്പുകൾ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. നിശബ്ദമായ ആ മുറിയിൽ ആ ഒപ്പുകൾ ഒരു വലിയ ബന്ധത്തിന്റെ അന്ത്യം കുറിക്കുകയായിരുന്നു. ദീപക് ജനാലയ്ക്കൽ പോയി പുറത്തെ വെളിച്ചത്തിലേക്ക് നോക്കി നിന്നു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ശൂന്യത നിഴലിച്ചിരുന്നു. വൃന്ദ, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം കഴിഞ്ഞു. ഇനി നീ സ്വതന്ത്രയാണ്. വൈകാതെ തന്നെ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. ദീപകിന്റെ ശബ്ദം പതിഞ്ഞതെങ്കിലും അതിൽ വേദനയുടെ അലയൊലികൾ ഉണ്ടായിരുന്നു. അവൻ അവൾക്ക് അരികിലേക്ക് നടന്നു വന്നു. ഇനി നിനക്ക് രഞ്ജിത്തിനോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാം. അവനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെയും സുഖമായി നീ ജീവിക്കണം. അതായിരിക്കും എനിക്കും കാണാൻ താല്പര്യം. വൃന്ദയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. ദീപക്, നീ എന്റെ സ്വന്തം സഹോദരനാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ബന്ധം വേർപെടുത്തുന്നത്. അങ്ങനെ ഉറച്ചു വിളിച്ചു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ വലിയ സത്യം വെളിപ്പെടുത്താൻ കഴിയാതെ അവൾ തന്റെ വേദന ഉള്ളിലൊതുക്കി. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് ദീപകിനെ നോക്കി. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ദീപക്. നിങ്ങൾ ഇനി എന്തു ചെയ്യും? ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ തറവാട്ടിൽ സന്തോഷത്തോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദീപക് ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. പിന്നെ ഒരു മ്ലാനമായ ചിരിയോടെ അവൻ തലയാട്ടി. മറ്റൊരു വിവാഹമോ? ഇല്ല വൃന്ദ, എനിക്കതിന് കഴിയില്ല. നിനക്ക് പകരമായി ഒരാളെ എൻ്റെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും എനിക്ക് വയ്യ. അവൻ ദൂരത്തേക്ക് നോക്കി തന്റെ തീരുമാനം അറിയിച്ചു. ഈ ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായാൽ ഞാൻ ഉടൻ തന്നെ തിരികെ UAE പോകും. അവിടെ ജോലിയിൽ മുഴുകി എല്ലാം മറക്കാൻ ശ്രമിക്കണം. ഈ മണ്ണിൽ എനിക്കിനി സ്ഥാനമില്ല. ദീപകിന്റെ വാക്കുകൾ വൃന്ദയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. തന്റെ സഹോദരൻ തന്നെ തെറ്റിദ്ധരിച്ച് ദൂരേക്ക് പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. സത്യം പറയാൻ കഴിയാത്ത വൃന്ദയുടെ നിസ്സഹായ അവസ്ഥയും സ്നേഹിച്ചവളെ നഷ്ടപ്പെട്ട ദീപകിന്റെ വേദനയും ആ പ്രഭാതത്തെ കൂടുതൽ ഇരുളിലാഴ്ത്തി. ആ മുറിയുടെ വാതിലിന് പുറകിൽ മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു മാതുലിക. ശ്വാസം അടക്കിപ്പിടിച്ച് അവർ ആ സംഭാഷണം കേട്ടു നിന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഭയത്തിന്റെ കനലെരിയുകയായിരുന്നു. തന്റെ മക്കളുടെ ജീവിതം തകരുന്ന കാഴ്ച ആ അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി പടർന്നു. ദൈവമേ, ഞാൻ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ എനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ഞാൻ കരുതിയില്ല. മാതുലിക തന്റെ നെഞ്ചിൽ കൈവച്ച് വിതുമ്പി. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ വലിയ ചതി, അത് എന്റെ മക്കളുടെ ജീവിതം തന്നെ ഇങ്ങനെ തകർക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ദീപക് തന്റെ സഹോദരനാണെന്ന് ഉറച്ചു വിശ്വസിച്ച വൃന്ദ ഈ ബന്ധം ഉപേക്ഷിക്കുന്നത്. പക്ഷേ ഈ രഹസ്യം എന്നേക്കുമായി മൂടി വെക്കാൻ എനിക്ക് കഴിയുമോ? സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ വൃന്ദയുടെ അവസ്ഥ എന്താവും? താൻ സ്നേഹിച്ച പുരുഷൻ ആരാണെന്ന് യഥാർത്ഥ സത്യം വൃന്ദ അറിഞ്ഞാൽ ശിഖാവത്ത് തറവാടിന്റെ തറക്കല്ലുകൾ ഇളകും. യുദ്ധം മുറുകുന്നു. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മുഹൂർത്തങ്ങളിലേക്ക്. ഇത് സത്യവും മിഥ്യയും തമ്മിലുള്ള വമ്പൻ പോരാട്ടം. ഇവരിരുവരും ശിഖാവത്ത് വീടിന്റെ മരുമക്കളായി കൈകൾ കോർത്തു പിടിക്കുമ്പോൾ അതാ ജീവനോടെ ഉണ്ടവൾ തിരികെ വന്നിട്ടുണ്ട്. നീ മറന്നു പോയോ?
ശാപം വെറും 25 വർഷത്തേക്കായിരുന്നു. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. നിന്നെ എന്നിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. She is back.